माधवा कुंज बिहारी जय राधा माधवा कुंज बिहारी जय गोपी जना वल्लभा गिरिवरधारी जय गोपी जना वल्लभा गिरिवरधारी यशोधा नंदन प्रजजन रंजन यशोधा नंदन प्रजजन रंजन यशोदा नंदन प्रजजन रंजन यमुना तीरा वनचारी यमुना तीरा वनचारी जय राधा माधवा कुंज बिहारी जय राधा माधवा कुंज बिहारी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama. Ram Ram Hare 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 Krishna 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 Hare 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 Rama Hare Rama 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 Hare Hare Jaya Krishna Balaram Jaya Krishna Balaram Krishna Balaram Jaya Krishna Balaram Jaya Gauranitai, Jaya Gauranitai, Gauranitai, Jaya Gauranitai, Jaya Jaya Prabhupada, 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 Jaya Jaya Prabhupada, Jaya Jaya Gurudev, 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 Jaya Jaya Gurudev. Nitai Gura Hari Bol, Hari Bol. Hari Bol Nitai Gaura Hari Bol Nitai Gaura Hari Bol Hari Bol Hari Bol Nitai Gaura Hari Bol Om Namo Bhagavate Vasudevaya Om Namo Bhagavate Vasudevaya Om Namo Bhagavate Vasudevaya Hari Om Talsat Hare Krishna മറ്റൊരു ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ സുസ്വാഗതം. നിങ്ങളുടെ എല്ലാവരുടെയും ഒരുപാട് സീനിയേഴ്സ് ഈ ഗ്രൂപ്പിലുണ്ട്. അവരുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് തുടങ്ങും. എല്ലാവരുടെയും ആശീർവാദത്തോടു കൂടി നമ്മള് ശ്രീമദ് ഭാഗവതം സ്കന്ധം 1 8-ാം അധ്യായം 33-ാമത്തെ ശ്ലോകമാണ് എടുക്കുന്നത്. അപരേ വസുദേവസ്യ ദേവക്യാം യാജിതോ അഭ്യഗാൽ അജസ്ത്വമസ്യ ക്ഷേമായ വധായ ച സുരഷിദ്വാം സുരദ്വിഷാം അപരേ വസുദേവസ്യ ദേവക്യാം യാജിതോ അഭ്യഗാൽ അജസ്ത്വമസ്യ ക്ഷേമായ വധായ ച സുരദ്വിഷാം അപരേ വസുദേവസ്യ ദേവക്യാം യാജിതോ അഭ്യഗാൽ അജസ്ത്വമസ്യ ക്ഷേമായ വധായ ച സുരദ്വിഷാം. വിവർത്തനം. ജാശ്രീല പ്രഭുപാദ. വസുദേവരുടെയും ദേവകിയുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ടാകുന്നു അവരുടെ പുത്രനായി അങ്ങ് അവതാരമെടുത്തതെന്ന് മറ്റുള്ളവർ അഭിപ്രായപ്പെടുന്നു. നിസ്സംശയം അങ്ങ് അജനാണ്. എങ്കിലും ദേവന്മാരുടെ നന്മയ്ക്കും അവരോട് അസൂയയുള്ളവരെ നിഗ്രഹിക്കുവാനും വേണ്ടിയാണ് അങ്ങ് അവതരിച്ചത്.
भावार्थम जय श्रील प्रभुपाद की जय. വസുദേവനും ദേവകിയും പൂർവ്വജന്മത്തിൽ സുധാവനും കൃഷ്ണയും ആയിരുന്നുവെന്നും ഭഗവാൻ അവരുടെ പുത്രനായി ജനിക്കാൻ കഠിനമായ തപശ്ചര്യകൾ അവർ അനുഷ്ഠിച്ചുവെന്നും തൽഫലമായി ഭഗവാൻ അവരുടെ പുത്രനായി അവതാരമെടുത്തുവെന്നും പറയപ്പെടുന്നു. സർവമാന ജനങ്ങളുടെയും ക്ഷേമത്തിനായും അസുരന്മാരെ അഥവാ ഭൗതികവാദികളായ നാസ്തികരെ സമൂലം നശിപ്പിക്കുവാനുമായി ഭഗവാൻ അവതരിച്ചതായി ഭഗവത്ഗീതയിൽ മുമ്പ് തന്നെ ഉദ്ഘോഷിപ്പിച്ചിരിക്കുന്നു. ഓം അജ്ഞാനത്തിമിരാന്ധസ്യ ജനാഞ്ജനാശലാക്കയാ ചക്ഷുരുന്മീലിതം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഹരേ കൃഷ്ണ. ആരാധ്യോ ഭഗവാൻ വ്രജേശധന്യ തദ്ധാമ വൃന്ദാവനം രമ്യാ കാചിദുപാസനാ വ്രജവതു വർജേന വാ കൽപിതാ ശ്രീമദ്ഭാഗവതം പ്രമാണമമലം പ്രേമ പുമാർത്ഥോ മഹാൻ ശ്രീ ചൈതന്യ മഹാപ്രഭോർമതമിതം തത്രാദരാ നാപരാ. ഹരേ കൃഷ്ണ. അപ്പോ ഇന്നത്തെ ശ്ലോകം 8-33 ശ്ലോകമാണ്. നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് കുന്തി ദേവിയുടെ പ്രാർത്ഥനകളാണ്. കുറച്ച് ദിവസങ്ങളായി നമ്മൾ അത് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രശസ്തമായിട്ടുള്ള വളരെ പ്രാധാന്യമുള്ള കുറേ ശ്ലോകങ്ങളാണ് ഇതില് കുന്തി ദേവിയുടെ പ്രാർത്ഥനകൾ. അപ്പൊ നമ്മള് 18ാമത്തെ ശ്ലോകം 18ാമത്തെ ശ്ലോകം മുതൽ 43ാമത്തെ ശ്ലോകം വരെയാണ് കുന്തി ദേവിയുടെ പ്രാർത്ഥനകൾ. അത് ഇതുവരെ നമ്മൾ എന്തൊക്കെ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന്, ചർച്ച ചെയ്തതെന്ന് സംക്ഷിപ്തമായി നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം, ഒരു അവലോകനം. അപ്പോ ആദ്യം കുന്തിദേവി പറഞ്ഞു, എന്താ പറഞ്ഞത്? അങ്ങ് ഭഗവാൻ പരമ ദിവ്യോത്തമ പുരുഷനാണ്. പിന്നെ പറഞ്ഞു അങ്ങ് എല്ലാ തരത്തിലുള്ള എന്താണ് ഭൗതിക എന്താണ് കാഴ്ചപ്പാടിനും മുകളിലാണ്. പരമഹംസരെ സഹായിക്കാൻ വേണ്ടി അങ്ങ് എല്ലാം ചെയ്യുന്നു അല്ലെ? കുന്തി മഹാറാണിയുടെ വിനയമാണ് അല്ലെ? ഭഗവാന്റെ കാരുണ്യത്തിന്റെ പാത്രീഭാവമാണ് കുന്തിപുത്രി അല്ലെ? ദേവകിയും വസുദേവരും ഭാഗ്യവാന്മാരാണ് എന്നാണ് കുന്തിപുത്രി പറഞ്ഞത്, കുന്തി ദേവി പറഞ്ഞു. എന്താ കാര്യം? അവർക്ക് എന്താണ് ഭഗവാന്റെ ആ ലോട്ടസ് ഫീറ്റ് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി അല്ലെ? അപ്പൊ കുന്തി ദേവി പറയുന്നുണ്ട് ഞാനും ഭാഗ്യവാദിയാണ് അല്ലെ, ഞാനും അത് കണ്ടിട്ടുണ്ട്. താമരപ്പൂ പോലുള്ള ഭഗവാന്റെ ശരീരം അല്ലെ ഞാൻ ദർശിച്ചിട്ടുണ്ട്. ദേവകി മാതയേക്കാൾ കാരുണ്യം കുന്തി ദേവിയോട് കാണിച്ചു എന്നാണ് ഇവിടെ മഹാരാജ് പറയുന്നത്. എന്താണ് കാര്യം? ദേവകി മാതയ്ക്ക് സംരക്ഷിക്കാനായിട്ട് ഭർത്താവ് ഉണ്ടായിരുന്നു, എനിക്ക് ഭർത്താവ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭഗവാൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാരണം എന്താണ്, ദേവകി മാതയുടെ മക്കളെ ആരെയും ഭഗവാൻ സംരക്ഷിച്ചില്ല, പക്ഷെ എൻ്റെ 5 മക്കളെയും ഭഗവാൻ സംരക്ഷിച്ചു അല്ലെ? അപ്പോ അങ്ങനെയൊക്കെ കാരണങ്ങൾ പറഞ്ഞിട്ട് ഞാൻ കൂടുതൽ ഭാഗ്യവതിയാണെന്നാണ് കുന്തി ദേവി പറയുന്നത്. ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടിയതുപോലെ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് കുന്തി ദേവി പറയുകയാണ്. അങ്ങ് ഒരുപാട് തവണ നമ്മളെ രക്ഷിച്ചിട്ടുണ്ട് പല ആപത്തുകളിൽ നിന്നും. വീണ്ടും വീണ്ടും വിപത്തുകൾ തരൂ എന്നാണ്. എന്തിനാണ്? അപ്പോഴൊക്കെ അങ്ങ് വരുമല്ലോ, എനിക്ക് അങ്ങയെ കാണാൻ ദർശിക്കാൻ പറ്റുമല്ലോ എന്നാണ് കുന്തി ദേവി പറയുന്നത്. നമുക്ക് പറയാൻ ഒരു അല്പ വിഷമമുള്ള ഒരു കാര്യമുണ്ട്. പിന്നെ എന്താ പറഞ്ഞത്? അകിഞ്ചര ഗോചരം. അകിഞ്ചനായ വ്യക്തിക്ക് ഭഗവാനെ ശരണാഗതി പ്രാപിക്കാൻ ഈസിയാണ്, വളരെ എളുപ്പമാണ്. ഭഗവാൻ മാത്രമാണ് ഭക്തന്മാരുടെ പ്രോപ്പർട്ടി. അകിഞ്ചന വിത്തായ, അതായത് ഭൗതികമായി വളരെയധികം താഴ്ന്നു നിൽക്കുന്ന ദരിദ്രരായിട്ടുള്ളവർക്ക് അല്ലെ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് ആരാണ് സ്വത്തായിട്ടുള്ളത്? ഭഗവാനാണ് സ്വത്തുമായിട്ടുള്ളത് അല്ലെ? അവർക്ക് മറ്റെന്താ വേണ്ടത്? പിന്നെയോ അങ്ങ് കാലമായിട്ട് വന്ന്
അല്ലെ, അസുരന്മാർക്കൊക്കെ ശിക്ഷ കൊടുക്കുന്നു. അല്ലെ, ഭഗവാന്റെ ഭക്തന്മാരെ ബുദ്ധിമുട്ടിക്കുന്നവരെ ഭഗവാൻ കാലമായിട്ട് വന്ന് അവരെ ശിക്ഷിക്കുന്നു. അല്ലെ, കാലമായിട്ട് വന്ന് ഭക്തരെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നു, സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഭഗവാൻ ഒരിക്കലും പക്ഷാഭേദം കാണിക്കുന്നില്ല. 29 പറയുന്നു. അല്ലെ, ഭഗവാന്റെ എന്താണ് ആ ശക്തിയൊക്കെ നമുക്ക് അത് അങ്ങോട്ട് ഗ്രഹിക്കാനായിട്ട് വലിയ പാടാണ്. അത്രയും നമുക്ക് ദഹിച്ചു കിട്ടത്തില്ല. അത്രമാത്രം ശക്തിയാണ്, അത്രയും പവർഫുൾ ആണ് ഭഗവാൻ. ഭഗവാൻ പക്ഷഭേദം കാണിക്കുന്നില്ല. അല്ലെ, എന്നാലോ നമുക്ക് ചെറുതായിട്ട് തോന്നും, അല്ലെ, ഭഗവാൻ ഭക്തരോട് പക്ഷഭേദം കാണിക്കുന്നില്ലേ. ഇപ്പൊ ദേവന്മാരും അസുരന്മാരും എടുത്തു കഴിഞ്ഞാൽ ദേവന്മാരുടെ ഒരു അല്പം പക്ഷഭേദം ഭഗവാൻ ഇല്ലേ? എന്താ കാരണം? എന്തു വന്നാലും അവരെന്താ ചെയ്യുന്നത്? ഭഗവാൻ അന്വേഷിച്ചിട്ടാ വരിക. അല്ലെ, ഭഗവാന്റെ അടുത്തേക്കാ വരിക. പിന്നെ എന്താണ് അങ്ങ് അജനാണ്. അല്ലെ, അങ്ങ് അജനാണ്. എന്താണ് അങ്ങ് പല രൂപത്തിൽ വരുന്നുണ്ട്. അങ്ങേക്ക് എങ്ങനെ ഭയമുണ്ടാകുന്നു? ഭയം എന്ന് പറയുന്ന വ്യക്തിക്ക് പോലും അങ്ങയെ പേടിപ്പിക്കാൻ കഴിയില്ല. അല്ലെ, യശോദമ്മയുടെ കയ്യിലുള്ള വടി കണ്ടപ്പോ ഭഗവാന്റെ പേടി എന്തായിരുന്നു? അല്ലെ, ഭയം എന്ന് പറയുന്നത് വ്യക്തിക്ക് പോലും ഭയപ്പാടുള്ള അങ്ങേക്ക് എങ്ങനെയാണ് ഇത്രയും ഭയം വന്നത് എന്നാണ്. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാന് എന്തെങ്കിലും ഒരു ലീല ആടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് 100% പെർഫെക്റ്റ് ആക്കും. അതിൽ ഒരു തരി പോലും അതിൽ ഒരു സംശയം അല്ലെങ്കിൽ എന്താ ഒരു വിഷം എന്താണ് ഒരു തരി പോലും അതിൽ താഴോട്ട് പോകും. അത്രയ്ക്കും ആടി തകർക്കും അതെ. അല്ലേ? ഭഗവാൻ തന്നെ എന്താണ് യശോദമ്മയുടെ ആ വടിയുടെ ഫ്രണ്ടിൽ നിന്ന് കരയുന്നത്, എന്ത് വിമ്മി കരയുന്നത് എന്ത് രസമായിട്ടാണ് അദ്ദേഹം അത് അഭിനയിച്ച് തീർത്തിരിക്കുന്നത്. അല്ലെ, ഭഗവാൻ എന്ത് പേടിയാണ്. ഭഗവാനെ ആരെയാ പേടിക്കേണ്ടത്? പക്ഷെ ഭഗവാൻ അല്ലെ പേടിക്കുന്ന കുഞ്ഞായിട്ട് വരുമ്പോ തീർച്ചയായിട്ടും നമുക്ക് പോലും പേടിയാവും. ഭഗവാന്റെ ജനനം അല്ലെ, ഭഗവാനിൽ നമ്മെ ആകർഷിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ അവതരിച്ചു. ഭഗവാനില് നമുക്ക് ഉള്ള ആകർഷണം കിട്ടാൻ വേണ്ടിയാണ് ഭഗവാൻ ജനിച്ചത്. അല്ലെ, ഭഗവാൻ അവതരിച്ചത്. ജനിച്ചെന്ന് പറയാൻ പറ്റില്ല, കാരണം അദ്ദേഹം അച്ഛനാണ്. അവതരിച്ചത് എന്ന് പറയാം. വസുദേവരുടെയും ദേവകിയുടെയും പ്രാർത്ഥനയുടെ ഫലമായി ലോകക്ഷേമത്തിനും അല്ലെ അസുര നിഗ്രഹണത്തിനുമായി ഭഗവാൻ അവതരിച്ചു. അതാണ് നമ്മുടെ ഇന്നത്തെ 33ാമത്തെ ശ്ലോകത്തിൽ വന്നെത്തിയിരിക്കുന്നത്. എന്താണ്? വസുദേവരുടെയും ദേവകിയുടെയും പ്രാർത്ഥനയുടെ ഫലമായി ലോകക്ഷേമത്തിനും അസുര നിഗ്രഹണത്തിനുമായി ഭഗവാൻ അവതരിച്ചു. അല്ലെ, അവിടെയാണ് നമ്മള് നിൽക്കുന്നത്. അപ്പൊ ഇന്നത്തെ ശ്ലോകം നമുക്ക് നോക്കാം. അപരേ വസുദേവസ്യ ദേവക്യാം യാജിതോ അഭ്യഗാൽ അജസ്ത്വമസ്യ ക്ഷേമായ വധായ ച സുജദ്വിഷാം. എല്ലാ പേർക്കും ഒരു ശരീരമുണ്ട്. അല്ലെ, ഒരു ശരീരവും ഒരു ആത്മാവും. ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ശരീരത്തെ അടിസ്ഥാനമാക്കിയാണ്. അല്ലെ, നമ്മൾ എന്ത് ചെയ്താലും അത് ഈ ശരീരത്തെ എന്താണ് ആശ്രയിച്ചിട്ടാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയാണ്, ആ ശരീരത്തിന് വേണ്ടിയാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത്. അല്ലേ? എന്താണ്? ആഹാര, നിദ്ര, ഭയ, മൈഥുനം, ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ശരീരത്തിന് വേണ്ടി. അല്ലെ, ആത്മാവിനെ പട്ടിണിക്കിട്ട് നമ്മൾ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ആത്മാവിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അല്ലെ, ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ നമ്മൾ ശരീരത്തിന് വേണ്ടി ചെയ്യുന്നു. ആത്മാവിന് വേണ്ടിയോ? അല്ലെ, ഇവിടെ ഇരിക്കുന്ന ഭക്തന്മാരെ കുറിച്ചിട്ടല്ല നമ്മൾ പറയുന്നത്. പിന്നെയോ? അല്ലെ, ഇതൊന്നും അറിഞ്ഞുകൂടാത്ത അല്ലെ ഭൗതികവാദികൾ അല്ലെങ്കിൽ ഭൗതികമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ആഹാര, നിദ്ര, ഭയ, മൈഥുനം, ഇതെല്ലാം ശരീരത്തിന് വേണ്ടിയാണ്. ആത്മാവിനെ പട്ടിണിക്കിട്ട് ഓരോ നിമിഷവും നമ്മൾ കൊന്നുകൊണ്ടിരിക്കുക. അല്ലെ, അതിനനുസരിച്ചിട്ടുള്ള അതിനു വേണ്ടിയുള്ള കുറെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു ഉദാഹരണമാണ് കൂട്ടിലടച്ച തത്തയ്ക്ക്. അല്ലെ, ആ ഒരു സ്വർണ്ണക്കൂട്ടിലിട്ട് അടച്ച തത്തയ്ക്ക് ആഹാരം ഒന്നും കൊടുക്കത്തില്ല. പക്ഷെ എല്ലാ ദിവസവും ഈ ഉടമസ്ഥൻ വന്നിട്ട് ആ സ്വർണ്ണ കൂടൊക്കെ നന്നായിട്ട് തുടച്ചു വൃത്തിയാക്കി നല്ല മിനുസമാക്കി വെക്കും. ആഹാ, അല്ലെ, എന്നിട്ട് വരുന്നവരോട് പറയും, കണ്ടോ സ്വർണ്ണ കൂടാണത്. പക്ഷെ ആ തത്തയ്ക്കോ
അതിങ്ങനെ കിടന്ന് വിളിക്കുന്നുണ്ട്, എനിക്ക് വല്ലതും തായോ, എനിക്ക് വല്ലതും തായോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹം, ഈ ഉടമസ്ഥൻ, തത്തയുടെ ഉടമസ്ഥൻ അല്ലെ, കൂട് വൃത്തിയാക്കുന്നതല്ലാതെ തത്തയ്ക്കൊന്നും ഇട്ട് കൊടുക്കുന്നു. കുറെ കഴിയുമ്പോൾ തത്തയ്ക്ക് എന്ത് സംഭവിക്കും? അല്ലേ? തത്ത ചത്തുപോകും. അതുകൊണ്ട് നമ്മള് എന്ത് ചെയ്യണം? സ്പിരിച്വലിസവും മെറ്റീരിയലിസവും നമ്മൾ ബാലൻസ് ചെയ്യണം. അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ബാലൻസ് ചെയ്യണമെന്ന് പ്രഭുപാദ് പറയുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ അവർക്ക് ഒന്നിനും ഒരു കുറവുമില്ല. അവർക്ക് ഇഷ്ടംപോലെ പണമുണ്ട്, അവർക്ക് ആഹാരമുണ്ട്, അവർക്ക് വലിയ വലിയ ബംഗ്ലാവുകളുണ്ട്, അല്ലേ? ആവശ്യമുള്ളതെല്ലാം അവർക്ക് ഇഷ്ടംപോലെ ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഒരു സാധനം ഇല്ല. എന്താണെന്നറിയാമോ? മനസ്സമാധാനം, അല്ലെങ്കിൽ അവർക്ക് സന്തോഷമില്ല, ആനന്ദമില്ല. അവർ വിചാരിക്കുന്ന അവർ ഭയങ്കര അവർ ആനന്ദിച്ച് വളരെ ഭാഗ്യവാന്മാരാണ്, അല്ലെ? അവർ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. പക്ഷെ അവർക്ക് യഥാർത്ഥമായിട്ടുള്ള ആനന്ദം അവർക്ക് കിട്ടുന്നതേ ഇല്ല. കാര്യം എന്താണ്? അവിടെ ഭഗവാനില്ല. ഭഗവാൻ അവരുടെ ഇടയിൽ ഇല്ലാത്തതുകൊണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ബാലൻസ്, അതുകൊണ്ടാണ് ഇവിടെ എന്താണ് ബാലൻസ് ചെയ്യണമെന്ന് പറയാം, അല്ലെ? ആത്മീയവും ഭൗതിക കാര്യങ്ങളും നമ്മൾ ബാലൻസ് ചെയ്ത് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. ശാരീരിക ആവശ്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ആത്മാവിനെ കുറിച്ച് ഒരു അറിവുമില്ല. ആത്മാവാണ് യഥാർത്ഥ വിഷയം. ശരീരം ഒരു കവർ മാത്രമാണ്. അതിനെ ആത്മാവിനെ കവർ ചെയ്തിരിക്കുന്ന ഒരു കവർ മാത്രം. യഥാർത്ഥ വിഷയം, അല്ലെ, എന്താണ്? ആത്മാവാണ്. നമ്മളിപ്പോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആത്മാവിന് വേണ്ടി വേണം നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കാനായിട്ട്. ഒരാൾ ശാരീരിക കാര്യങ്ങൾ മാത്രം നോക്കുമ്പോൾ, അല്ലെ, നമുക്ക് പറയാൻ പറ്റും എന്താണ്? ധർമ്മസ്ഥം ഗ്ലാനി, ധർമ്മം നശിച്ചു. ആത്മാവിന്റെ സുഖസൗകര്യങ്ങൾ നോക്കുന്നതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. ശരീരത്തിന്റെ സുഖസൗകര്യങ്ങൾ നോക്കുന്നതല്ല ജീവിതത്തിന്റെ ലക്ഷ്യം. ആത്മാവിന് നമ്മൾ ദിവ്യ ആഹാരം കൊടുക്കുന്നു, അല്ലെ? അതെന്താണ് ആ ദിവ്യ ആഹാരം? ദിവ്യമായിട്ടുള്ള ആഹാരം എന്താണ്? കൃഷ്ണാവബോധം. നമ്മള് ആത്മാവിന് എന്താ കൊടുക്കേണ്ടത്? കൃഷ്ണാബോധമാണ് കൊടുക്കേണ്ടത്. നമ്മൾ ഓരോ പ്രാവശ്യം ജപിക്കുമ്പോൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയുമ്പോൾ ആത്മാവ് ഇങ്ങനെ ചിരിക്കുകയാണ്. ആത്മാവിന് ഭയങ്കര ആനന്ദമാണ്, അല്ലെ? അപ്പോഴാണ് ആത്മാവ് ഉണർന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ആത്മാവ് നമ്മൾ വെറുതെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കത്തുള്ളൂ. കാര്യം എന്താണ്? ഇവൻ എനിക്കൊന്നും തരുന്നില്ലല്ലോ, അല്ലെ? അവന്റെ ശരീരത്തിന് മാത്രമല്ലേ എല്ലാം കൊടുക്കുന്നുള്ളൂ, എനിക്കൊന്നും തരുന്നില്ലല്ലോ എന്ന് ആത്മാവ് പറയും. ആത്മാവ് വിലപിക്കും, അല്ലെ? അപ്പൊ ആത്മാവിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദിവ്യ ആഹാരമാണ് കൊടുക്കേണ്ടത്. അത് കൃഷ്ണാബോധം. ഒരാൾക്ക് സുഖമില്ലാതെ ആയാലും, അയാൾക്ക് എന്തെങ്കിലും അസുഖം പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അങ്ങേർക്ക് തീർച്ചയായിട്ടും മരുന്ന് കൊടുക്കണം, അല്ലെ? മരുന്ന് കൊടുക്കണം. അതിനോടൊപ്പം വേറൊരു കാര്യം കൂടെ ചെയ്യണം: ക്രമീകൃത ആഹാരം, അല്ലെ? ഇപ്പൊ പനി വന്ന ഒരാൾക്ക് മരുന്നും കൊടുത്ത് അദ്ദേഹത്തിന് ഐസ്ക്രീമും കൊടുക്കുമോ? അദ്ദേഹത്തിന് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുമോ? ഇല്ല. അദ്ദേഹത്തിന് ദഹിക്കത്തില്ല, കാരണം പനിയുള്ളത്. അപ്പോ മരുന്നും വേണം, പിന്നെ എന്ത് വേണം? ആ ക്രമീകൃത ആഹാരവും വേണം, അല്ലെ? അപ്പൊ എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന്റെ അസുഖം മാറൂ. അപ്പൊ ആ ക്രമീകൃത ആഹാരം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് അർത്ഥം. അപ്പൊ മരുന്ന് മാത്രം കൊടുക്കുകയും ആഹാരം ശ്രദ്ധിക്കാതെയും ഇരുന്നാൽ സുഖം ഭേദമാകും, അല്ലെ? അദ്ദേഹത്തിന് കൂടുതൽ അസുഖം വരും, ഛർദിക്കും, അല്ലെ? സ്റ്റൊമക്ക് അപ്സെറ്റ് ആവും. അതുകൊണ്ട് ഈ കൃഷ്ണാബോധ സമിതി ആഹാരത്തിന് ആവശ്യമുള്ള ആഹാരവും മരുന്നും കൊടുക്കുന്ന പദ്ധതിയാണ്. മരുന്ന് നമുക്കറിയാം മരുന്ന് എന്താണെന്ന്, അല്ലെ? ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പരീക്ഷിത് മഹാരാജാവ് സുഖദേവ ഗോസ്വാമിയോട് പറഞ്ഞു, അങ്ങ് എനിക്ക് പറഞ്ഞു തരാൻ പോകുന്ന ശ്രീമദ് ഭാഗവതം ഒരു അമൂല്യ നിധിയാണ്. അത് സാധാരണക്കാർക്ക് രുചിച്ചു നോക്കാൻ കഴിയില്ല. ഭൗതികമായ ഒരു താല്പര്യവും ഇല്ലാത്തവന് മാത്രമേ അതിന്റെ രുചി ആസ്വദിക്കാൻ കഴിയും, അല്ലെ? ഈ ചിലരൊക്കെ ഭാഗവതം ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് അതിനോട് യാതൊരു താല്പര്യവും തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഇരുന്ന് ഉറങ്ങുന്നത്. പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട്, അവിടെ ചില ആചാര്യന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഭാഗവതം ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങിയാലും കുഴപ്പമില്ല, അല്ലേ?
അവർക്ക് പക്ഷെ ആത്മാവ് ഉണർന്നിരിക്കും, ആത്മാവിന് എന്തെങ്കിലും കിട്ടുന്നുണ്ടല്ലോ. ഏഹ് ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ നമ്മള്, ആ, ഭാഗവതം ക്ലാസ് തുടങ്ങുന്നു അല്ലെ, ശ്ലോകം ഇതാണ്, ആ, എട്ട് ആ, 8:33 ശ്ലോകം വായിച്ചു തുടങ്ങും. അപ്പൊ ഇദ്ദേഹം അങ്ങ് ഭയങ്കര എന്താണ് മെഡിറ്റേഷനിൽ അങ്ങോട്ട് പോകും, കണ്ണൊക്കെ അടച്ചിട്ട് അങ്ങനെ ഇരിക്കും അല്ലേ. അവസാനം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ശ്രീമദ് ഗ്രന്ഥരാജ് ഭാഗവതം ഗ്രന്ഥരാജ് കി ജയ് എന്ന് പറയുമ്പോൾ സടകൊടിഞ്ഞ് എണീക്കും അല്ലേ. എണീച്ചൊരു ഒറ്റ ഓട്ടമാണ് പ്രസാദം കഴിക്കണം. ഇതാണ് ഭാഗവതം ക്ലാസ് പലരുടെയും. പക്ഷേ ആചാര്യന്മാര് പറയുന്നത് അങ്ങനെ ഇരുന്ന് കേട്ടാലും അങ്ങനെ ഇരുന്ന് ഉറങ്ങിയാലും കുഴപ്പമില്ല, അവർക്ക് എന്തൊക്കെയോ അവരുടെ അവബോധ മനസ്സിലേക്ക് കയറുന്നുണ്ട്. എന്നെങ്കിലും ഒരു അവസരത്തിൽ അവർക്ക് ഇത് ഉപയോഗപ്പെടും, അല്ലെങ്കിൽ അവർക്ക് ഇത് റീകളക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ആചാര്യന്മാർ പറയുന്നതാണ്. അപ്പോ ഭാഗവതം ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങിയാലും നമുക്ക് പുണ്യം കിട്ടുമെന്ന് അർത്ഥം അല്ലെ. അവിടെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ അഡ്വാൻറ്റേജസ്. അപ്പൊ ഇവിടെ പരീക്ഷിത് മഹാരാജ സുഖദേവ് ഗോസ്വാമിയോട് പറയാണ്, എന്താണ്, അങ്ങ് എനിക്ക് പറഞ്ഞു തരാൻ പോകുന്ന ശ്രീമദ് ഭാഗവതം ഒരു അമൂല്യ നിധിയാണ്. അത് സാധാരണക്കാർക്ക് രുചിച്ചു നോക്കാൻ കഴിയില്ല. കാര്യം എന്താണ്, അവന് ദഹിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഭൗതികമായ ഒരു താല്പര്യവും ഇല്ലാത്തവന് മാത്രമേ അതിന്റെ രുചി ആസ്വദിക്കാൻ കഴിയൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഭൗതികമായിട്ടുള്ള ഒരു താല്പര്യവും വെച്ചിട്ട് നമ്മൾ ഭാഗവതം വായിച്ചിട്ട് കഥയില്ല അല്ലേ. നമുക്കത് മനസ്സിലാവില്ല. നമ്മുടെ ഉള്ളിലേക്ക് മനസ്സിലാവുമെന്ന് വെച്ചാൽ മനസ്സിലാവും, പക്ഷെ അത് ഉള്ളിലേക്ക് തറച്ചു കയറുന്നുണ്ടെന്ന് വെച്ചാൽ ഉണ്ടാവില്ല അല്ലേ. അവിടെയാണ് ഇതിന്റെ പ്രസക്തി വരുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടതെല്ലാം ഭാഗവതമാണ്. അപ്പൊ ഭഗവാനുമായിട്ട് എന്തൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം തന്നെ എന്താണ്, ഭാഗവതമാണ്. അപ്പൊ നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം അതെന്താണ്, അതും ഭാഗവതം അല്ലേ. ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുന്നതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം, അതും ഭാഗവതമാണ് അല്ലേ. പക്ഷെ അതെന്താണ്, ഭഗൌഷധിയാണ്. ഭഗ ഔഷധിയാണ് അല്ലെ. ജന്മമൃത്യു ജരാവ്യാധിയുടെ ദിവ്യ ഔഷധം, അതാണ് എന്ത്, ഹരികൃഷ്ണ മഹാമന്ത്രം അല്ലെ. എന്താ, ഹരികൃഷ്ണ മഹാമന്ത്രവും ഭാഗവതവും. നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന ഭാഗവതവും എന്താണ്, ഭഗവത ഔഷധിയാണ് അല്ലെ. നമ്മൾ ഏത് അസുഖങ്ങളും മാറ്റാനായിട്ട് ഉതകുന്ന ഒരു ദിവ്യ ഔഷധമാണ് ഭാഗവതം. അപ്പോ നമ്മുടെ ആത്യന്തിക ദുഃഖ വിമുക്തി അല്ലെ, അല്ലെങ്കിൽ നിവൃത്തി എന്താണ്, ചിലർ പറയും ഭഗവാനെ എന്താണ് നമുക്ക്, ഞങ്ങൾക്ക് ദിവസവുമുള്ള ബ്രെഡ് അല്ലെങ്കിൽ റൊട്ടി തരണേ. എല്ലാ ദിവസവും പോയി അവർ പറയാറുണ്ട്. ആരാണ് പറയുന്നത് നമുക്കറിയാം അല്ലെ, നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അവര് അവിടെ പോയിട്ട് എന്താ പ്രാർത്ഥിക്കുക, എനിക്ക് എല്ലാ ദിവസവും ഉള്ള റൊട്ടി തരണേ ഭഗവാൻ എന്ന് പറയാം. പക്ഷെ അവർക്ക് ഭഗവാൻ ആരാണെന്ന് അറിയാമോ, അറിയില്ല. പിന്നെ ഇത് അവരിത് ആരോടാ പറയുന്നത് അല്ലേ. അത് അവരോട് ചോദിക്കണ്ട. ഭഗവത്ഗീതയില് 8-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, മാമുപേത്യ പുനർജന്മ ദുഃഖാലയം അശാശ്വതം നാപ്നുവന്തി മഹാത്മന സംസിദ്ധിം പരമം ഗതി അല്ലെ. ഭക്തിയോഗം കൊണ്ട് എന്നെ പ്രാപിച്ച മഹാത്മാക്കൾ പരിപൂർണത നേടിയവരാകിയാൽ പിന്നീട് ദുഃഖപൂർണവും അസ്ഥിരവുമായ ഈ ലോകത്തിലേക്ക് തിരിച്ചു വരുന്നില്ല. ഇതാണ് ഭക്തിയോഗം കൊണ്ട് എന്നെ പ്രാപിച്ച മഹാത്മാക്കൾ അല്ലെ. നമ്മൾ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ പോലെയുള്ള മഹാത്മാക്കൾ ഭക്തിയോഗയിലാണ് എല്ലാവരും അല്ലെ. അവര് പരിപൂർണത നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പരിപൂർണത നേടിയവരായാൽ അല്ലെ, അവരായാൽ പിന്നീട് ദുഃഖപൂർണവും അസ്ഥിരവുമായിട്ടുള്ള, അപ്പൊ ഇത് ദുഃഖപൂർണമാണ് അസ്ഥിരവുമാണ് എന്ത്, ഈ ലോകം അല്ലെ. ഈ ലോകത്തിലേക്ക് അവരാരും തിരിച്ചു വരുന്നില്ല എന്ന് ഇവിടെ ആര് പറയുന്നു, ഭഗവാൻ നമുക്ക് ഉറപ്പ് തരികയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഭഗവാൻ പറയുന്ന അനുസരിച്ചിട്ട് നമ്മൾ അല്ലെ ഭഗവത് എന്താണ് ധാമത്തിലേക്ക് പോകാനുള്ള വഴി വേണം നമ്മൾ എപ്പോഴും ചിന്തിക്കാനെന്ന് അർത്ഥം. ശ്രീമദ് ഭാഗവതം പറയുന്നു, ഏത് ഗ്രന്ഥമായിക്കോട്ടെ അല്ലെ, അതില് ഭഗവാനെ കുറിച്ചുള്ള വിവരണം ഇല്ലെങ്കിൽ അത് കാക്കകൾ ആസ്വദിക്കുന്നത് പോലെയാണ് അല്ലെ. എന്താണ് ഈ കാക്കകൾ? ഈ കാക്കകൾ എപ്പോഴും ഇങ്ങനെ അഴുക്ക് ചാലിലാണ് അതിന്റെ ആഹാരം തപ്പിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞ, ശ്രീമദ് ഭാഗവതം പറയുന്നത് എന്താണ്, ഏത് ഗ്രന്ഥമായിക്കോട്ടെ, ഏതൊക്കെ നമ്മളിപ്പോ ഏത് ഗ്രന്ഥം വായിച്ചാലും ഏത് ഗ്രന്ഥം എടുത്താലും ശരി ആയിക്കോട്ടെ, അതില് ഭഗവാനെ കുറിച്ചുള്ള വിവരണം ഇല്ലെങ്കിൽ അത് വെറും കാക്കകൾ ആസ്വദിക്കുന്ന എന്തോ പോലെയാണെന്നാണ് അല്ലെ. കാക്കകൾ എപ്പോഴും അഴുക്ക് ചാലി ഉണ്ടാവും
പക്ഷേ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അരയന്നമുണ്ട്. അരയന്നമാണെങ്കിലും അത് ഏഹ് ആ, എന്താണ്, വളരെ വൃത്തിയുള്ള സ്ഥലത്തെ വിഹരിക്കുകയുള്ളൂ. അല്ലെ, കാക്കകൾ ഇരിക്കുന്നിടത്ത് കൊക്ക് വന്നിരിക്കില്ല, അല്ലെങ്കിൽ അരയന്നം വന്നിരിക്കില്ല. അല്ലെ, അരയന്നം അപ്പുറത്ത് മാറി വളരെ ശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് മാത്രമേ അതിരിക്കത്തുള്ളൂ. അല്ലെ, അത് വളരെ വൃത്തിയുള്ള സ്ഥലത്തെ വിഹരിക്കുകയുള്ളൂ. മൃഗങ്ങളിൽ പോലും കാക്ക കൂട്ടങ്ങളും അരയന്നക്കൂട്ടവും ഉണ്ട്. അല്ലെ, കാക്ക അരയന്നം ഇരിക്കുന്നിടത്ത് പോകത്തില്ല. അല്ലെ, എന്താണ്, അരയന്നം കാക്കയുടെ കൂട്ടത്തിലും പോകും. അതുപോലെ മനുഷ്യരുടെ ഇടയിലും കാക്കക്കൂട്ടങ്ങളും അരയന്നക്കൂട്ടങ്ങളും ഉണ്ട്. അരയന്നക്കൂട്ടം എപ്പോഴും നല്ല മനസ്സോടും നല്ല വസ്ത്രധാരണത്തിലും നല്ല സംസാരത്തിലും നല്ല ചിന്തയിലും എല്ലാ എന്താണ് തലത്തിലും, അല്ലെ, നല്ലതായിരിക്കും, നല്ല നിലയിലായിരിക്കും അവർ. അല്ലെ, നമ്മളൊക്കെ അവർ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അല്ലെ, ഇദ്ദേഹം അരയന്നക്കൂട്ടത്തിലുള്ളതാണ്. അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ ആ വസ്ത്രധാരണവും അദ്ദേഹത്തിന്റെ ആ ഒരു വിനയവും അദ്ദേഹം സംസാരിക്കുന്നതും, അല്ലെ, ചിലരൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെ, അതാണ് പലരും മൗനിയായിട്ടിരിക്കുന്നത്. അതാണ് നല്ലത്. അല്ലെ, നമ്മൾ എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മൗനിയായിട്ടിരിക്കുന്നത്. അല്ല, വാ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ഇയാൾ ഇത്രയേ ഉള്ളായിരുന്നോ എന്ന് നമുക്ക് തോന്നും. അല്ലെ, അങ്ങനെ പല ആൾക്കാരും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ അരയന്നക്കൂട്ടം എപ്പോഴും നല്ല മനസ്സോടും, അല്ലെ, അവർക്ക് എപ്പോഴും നല്ല മനസ്സായിരിക്കും, നല്ല വസ്ത്രധാരണത്തിലായിരിക്കും, നല്ല സംസാരത്തിലായിരിക്കും, നല്ല ചിന്തകളായിരിക്കും. അല്ലെ, എല്ലാം നല്ലതിലായിരിക്കും, എല്ലാം നല്ല രീതിയിലാണ്. കാക്കക്കൂട്ടത്തിലുള്ള മനുഷ്യരോ, അവരെവിടെയായിരിക്കും വിഹരിക്കുക? ഏഹ് കാക്കക്കൂട്ടങ്ങള് അഴുക്ക് ചാലിൽ വെക്കുന്നത് പോലെ എന്താണ്, അവര് അറവുശാലകളുടെ ഫ്രണ്ടിൽ ക്യൂവിൽ കാണും. അല്ലെ, അല്ലെങ്കിൽ മദ്യശാലയ്ക്കകത്ത്, അല്ലെങ്കിൽ നിശാസന്ധ്യകളിൽ കാണും. അല്ലെ, അവര് അങ്ങനെ അതിലൊക്കെ മുഴുകി സമയം ചെലവഴിക്കുകയായിരിക്കും അവർ ചെയ്യുക. അല്ലെ, ഭഗവാനെ കുറിച്ച് അവർ ചിന്തിക്കുമോ? ഒരിക്കലുമില്ല. കാക്കക്കൂട്ടങ്ങൾക്ക് എന്ത് ദൈവം? അല്ലെ, എന്ത് ഭഗവാൻ, എന്ത് കൃഷ്ണൻ? അല്ലെ, ഇല്ല. അവർക്ക് അങ്ങനെ ഒരു താല്പര്യമേ ഉണ്ടാവും. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞ എന്താണ്, മനുഷ്യരിലും കാക്കക്കൂട്ടങ്ങളും അരയന്നക്കൂട്ടങ്ങളും ഉണ്ട്. അല്ലെ, ഈ കൃഷ്ണാപൂര സമിതി ഈ അരയന്നക്കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്. അപ്പൊ നമ്മള് കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്ന ആരൊക്കെ വേണ്ടിയാണ്? ഈ അരയന്നക്കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി. കാക്കക്കൂട്ടങ്ങൾക്കല്ല. പക്ഷേ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കാക്കക്കൂട്ടത്തിനെയും, അല്ലെ, അരയന്നക്കൂട്ടമാക്കി നമുക്ക് മാറ്റാൻ കഴിയും. അങ്ങനെ എത്രയോ കാക്കക്കൂട്ടങ്ങളെ നമ്മൾ അരയന്നക്കൂട്ടമായി മാറ്റി കഴിഞ്ഞിരിക്കുന്നു. അല്ലെ, ശില പ്രഭുപാദരെ പോലെയുള്ള ആൾക്കാർ, ആചാര്യന്മാർ, ഒത്തിരി ആചാര്യന്മാർ, അവരെല്ലാം ഈ കാക്കക്കൂട്ടങ്ങളെയൊക്കെ എന്താക്കി മാറ്റി? അരയന്നക്കൂട്ടങ്ങളാക്കി മാറ്റി. മദ്യവും എന്താണ് മയക്കുമരുന്നിലും അടിമപ്പെട്ട് കിടന്നിരുന്ന അമേരിക്കയിലുള്ള എത്രയോ ആൾക്കാര്, ഹിപ്പികള്, അല്ലെ, ഹാപ്പി ആക്കിയില്ലേ ഭഗവാൻ? അല്ലെ, ശ്രീല പ്രഭുപാദ് ഭഗവാന്റെ മെഴ്സിയോടുകൂടി, അനുഗ്രഹത്തോടുകൂടി പ്രഭുപാദ് എന്ത് ചെയ്തു? അവരെയൊക്കെ ഹാപ്പിയാക്കി, ഹിപ്പികളെയൊക്കെ ഹാപ്പിയാക്കി. അല്ലെ, അവരെ എല്ലാവരും കൃഷ്ണാബോധത്തിലേക്ക് കൊണ്ടുവരികയും വളരെ ഉന്നതമായ നിലയിലേക്ക് അവരെ ഉയർത്താനും അദ്ദേഹത്തിന് സാധിച്ചു. അപ്പൊ കാക്കക്കൂട്ടങ്ങളെ നമുക്ക് വേണമെങ്കിൽ അരയന്നക്കൂട്ടമാക്കി മാറ്റാൻ പറ്റും. അതിനാണ് കൃഷ്ണാബോധം നിലനിൽക്കുന്നത്. അല്ലെ, ഇപ്പൊ ഇവിടെ ഈ അരയന്നക്കൂട്ടങ്ങളുടെ ഒരു ക്വാളിറ്റി പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം, നമ്മള് ഏതോ ഒരു രാജ്യമുണ്ട്, ഇറാനില് അവര് ശരിക്കും പറഞ്ഞാൽ മുസ്ലിം കൺട്രിയാണ് ഇറാൻ എന്ന് പറയുന്നത്. അവരവിടെ എന്താ ചെയ്യാച്ചാല്, അവിടെ ഇസ്കോൺ ഉണ്ട്, ഇസ്കോണിന്റെ ആൾക്കാരുണ്ട്, ഭഗവത് ഭക്തന്മാരുണ്ട്. അവരെന്താ ചെയ്യാച്ചാല് അവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. ആ റെസ്റ്റോറന്റ് പേരിട്ടിരിക്കുന്നത് സൊസൈറ്റി ഫോർ വെജിറ്റേറിയനിസം എന്നാണ്. അല്ലേ, അപ്പോ ഈ വെജിറ്റേറിയൻസ് കംപ്ലീറ്റ് മുസ്ലിങ്ങളാണ്, മുസ്ലിം രാജ്യമാണത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെന്നോട് ചോദിച്ചിട്ടുണ്ട്, ഹൗ ക്യാൻ യു സർവൈവ് വിത്തൗട്ട് ഈറ്റിംഗ് മീറ്റ് എന്നാണ് അവരെന്നോട് ചോദിച്ചു. കാരണം ഇയാൾക്ക് ഈ കടിച്ചു വലിക്കാതെ എങ്ങനെ ജീവിച്ചിരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അവരിങ്ങനെ അത്ഭുതത്തോടെ എന്ന് നോക്കിയത്. അല്ലെ, എന്ത് പറയാൻ പറ്റും? അവരെന്താ മിസ് ചെയ്യുന്നതെന്ന് അവർക്ക് അറിയാൻ പറ്റുന്നില്ല. നമ്മളിപ്പോ അവരോട് പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാവത്തുമില്ല. അല്ലെ, അതുകൊണ്ട് അവരെയൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ ആ രാജ്യത്ത്, ഇറാനില് അവര്
എന്താ ചെയ്യാച്ചാല് അവരെങ്ങനെയാണ് ഈ ആൾക്കാരെ ഇത്രയും ഇസ്കോണിൽ ഇത്രയും ആൾക്കാരെ അവർക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ വഴിയാണ് ഞാൻ പറഞ്ഞത്. അവര് അങ്ങനെ ഒരു റെസ്റ്റോറന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് സൊസൈറ്റി ഫോർ വെജിറ്റേറിയനിസം എന്നാണ് കൃഷ്ണ ഞാൻ കണ്ടിട്ടുണ്ട്. ആ റെസ്റ്റോറന്റ് ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഈ വെജിറ്റേറിയൻ അന്വേഷിച്ച് പോകുന്നവരാരായിരിക്കും? കുറച്ച് കുറച്ചൊക്കെ സാത്വിക ഗുണമുള്ളവരായിരിക്കും അല്ലെ? ഈ അരയന്നത്തിനെ പോലെയുള്ള ആൾക്കാർ. അവർ വളരെ മിതഭാഷികളായിരിക്കും, നല്ല രീതിയിൽ സംസാരിക്കുന്നവരായിരിക്കും അല്ലെ? ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാത്തവരായിരിക്കും, ആവശ്യമില്ലാത്ത സംസാരം ഇല്ലാത്തവരായിരിക്കും അല്ലെ? നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ, കുറച്ച് നല്ല സൊസൈറ്റിയിലൊക്കെ നല്ല ഉയർന്ന ആൾക്കാരാണ്. അവര് എന്തു ചെയ്യും? ഈ സൊസൈറ്റി ഫോർ എന്താണ് വെജിറ്റേറിയനിസം അത് അന്വേഷിച്ചു വരും. ഈ വെജിറ്റേറിയനിസം അന്വേഷിച്ച് വരുന്നവരാരാണ്? കുറച്ചൊക്കെ സാത്വികമായിട്ടുള്ള താല്പര്യമുള്ളവരല്ലേ അവർ വരികയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കടിച്ചു വലിക്കാനല്ലേ പോകത്തുള്ളൂ അല്ലേ? അവരിവിടെ വരും. അവരിവിടെ വന്നിട്ട് അവർ 2-3 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ ഈ റെസ്റ്റോറന്റ് ഇട്ടേക്കുന്ന ഉടമസ്ഥൻ, ഓണർ, അവരുടെ അടുത്ത്, ഈ കുടുംബത്തിന്റെ അടുത്ത് പതുക്കെ പതുക്കെ പോയിട്ട് ചോദിക്കും, എന്തിനാണ് നിങ്ങൾ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് അന്വേഷിച്ച് വന്നത്? ഹൗ കം യു ലൈക്ക് വെജിറ്റേറിയൻ അല്ലേ? ഈ വെജിറ്റേറിയൻ ഫുഡൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്? എന്താണ് അതിന്റെ കാരണം എന്നൊക്കെ ചോദിക്കും. അപ്പൊ അവർ പറയും, ഞങ്ങള് ഇന്ത്യയിൽ പോയിട്ടുണ്ട്, ഇന്ത്യയിലുള്ള ആൾക്കാരൊക്കെ നമുക്ക് വലിയ ഇഷ്ടമാണ്, അവരുടെ അതൊക്കെ ഫോളോ ചെയ്യാനായിട്ട് നമുക്ക് വലിയ താല്പര്യമാണ്. ബിക്കോസ് നമ്മൾ ഒരുപാട് ഇന്ത്യക്കാരെ കണ്ടിട്ടുണ്ട്, ദേ ആർ ഡൂയിങ് വെരി ഗുഡ്. അവർക്ക് എന്താണ് അത്രയും നല്ല മനസ്സോടു കൂടിയൊക്കെ ഇരിക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കിയപ്പോ മോസ്റ്റ്ലി ദേ ആർ വെജിറ്റേറിയൻ. അപ്പൊ നമ്മൾ ഈ പുസ്തകങ്ങളൊക്കെ ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യപ്പോ വി ഹാവ് സീൻ എ ലോട്ട് ഓഫ് വെജിറ്റേറിയൻസും ഇൻ ഇന്ത്യ. അങ്ങനെ അപ്പൊ അതിലെന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നതെന്നാണ് അവരുടെ ഉത്തരം. മതി, അത്രയും കിട്ടിയാൽ മതി. ഈ പറഞ്ഞ ഓണർ ആരെന്നറിയാമോ? അവിടുത്തെ ഈസ്കോൺ പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തിന്റെ റെസ്റ്റോറന്റ് ആണ്. അദ്ദേഹം ആൾക്കാരെ പിടിക്കുന്നത് ഇങ്ങനെയാണ്, റോഡിൽ പോയിട്ടല്ല. അവിടെ പോയി ബുക്ക് കച്ചവടം ചെയ്യാനൊന്നും പറ്റത്തില്ല, ബുക്ക് വിതരണമൊന്നും പറ്റത്തില്ല. അവിടെ ആരെങ്കിലും ബുക്ക് വിതരണം ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ ജയിലിനകത്ത് കയറിപ്പോകും അല്ലെ? അവർ ജയിലിൽ പിടിച്ചിടും. ആഹാ, ഇതിനകത്ത് ഇവിടെ ബുക്ക് കച്ചവടം എന്ന് ചോദിച്ചിട്ട് അവർ പിടിച്ച് ജയിലിലിടും. അതുകൊണ്ട് ഇതൊന്നും വെളിയിൽ കാണിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെയാണ് നമുക്ക് ആൾക്കാരുടെ മനസ്സ് കണ്ടെത്താൻ പറ്റുന്നത്. അതിന് ഏറ്റവും പറ്റിയ ഉദാഹരണം ആണ് അദ്ദേഹം കണ്ടുപിടിച്ചതും അത് പ്രാവർത്തികമാക്കിയത്. അദ്ദേഹം ഒരു റെസ്റ്റോറന്റ് തുടങ്ങി. അദ്ദേഹത്തിന് ഉപജീവന മാർഗമാവും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പിടിക്കാൻ പറ്റും. അവിടെ വരുന്നവരെല്ലാവരും പിൽക്കാലത്ത് ഭക്തന്മാരായി മാറിയിട്ടുണ്ട്. കാരണം അദ്ദേഹം പതുക്കെ പതുക്കെ ഒരു 3-4 പ്രാവശ്യം വരുമ്പോഴാണ് അദ്ദേഹം പതുക്കെ പതുക്കെ ഇത് പോയി ഇൻട്രൊഡ്യൂസ്. ഈ റെസ്റ്റോറന്റിന്റെ ഒരു മുറിക്ക് അപ്പുറത്ത് അവിടെ ഒരു വലിയ ഒരു പൂജാമുറിയുണ്ട്, അൽത്താറുണ്ട്. അവിടെ അവര് പതുക്കെ പതുക്കെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മാലയൊക്കെ കൊടുത്ത് ജപിക്കാൻ പറയും. അങ്ങനെ ജപിച്ച് പിന്നെ അവരെ ക്ലാസ്സിലേക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യും അല്ലെ? അവർ അത്രയും താല്പര്യമായിട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് ആ ഇറാനില് അവര് എന്താണ് കൃഷ്ണാബോധം പ്രചരിപ്പിച്ചത്. എന്ത് പ്രയാസപ്പെട്ടിട്ടാണ് അവർ ചെയ്യുന്നത് അല്ലേ? നമ്മുടെ ഗുരുമരാജ്, ഹിസോളിനസ് ജയപ്രതാപ സ്വാമി ഗുരുമരാജ് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഇന്ത്യയില് 10 പ്രാവശ്യം ജപിക്കുന്നതും ആ ഇറാനില് ഓരോ പ്രാവശ്യം ജപിക്കുന്നതും ഒരുപോലെയാണ്. കാരണം അവർ അത്രയും എന്താണ് ബുദ്ധിമുട്ടി വിഷമിച്ചിട്ടൊക്കെയാണ് അവര് കൃഷ്ണാബോധം പ്രവർത്തിപ്പിക്കുകയും അല്ലെങ്കിൽ അവർ ജപിക്കുകയൊക്കെ ചെയ്യുന്നത്. കാരണം അത്രയും റെസ്ട്രിക്ഷനാണ്. ഹരേ കൃഷ്ണ എന്ന് റോഡിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വെടിവെച്ച് പോലും. അത്രയ്ക്കും വൃത്തികെട്ട എന്താണ് ഗവൺമെന്റ് ആണ് അവിടെ അന്ന് ഭരിച്ചിരുന്നത്. അപ്പൊ അതാണ് അരയന്നക്കൂട്ടങ്ങൾ. അപ്പോൾ നമുക്ക് കാക്കക്കൂട്ടങ്ങളെ നമുക്ക് അരയന്നക്കൂട്ടമാക്കി മാറ്റാൻ കഴിയും അല്ലെ? അപ്പൊ എപ്പോഴാണോ അരയന്നങ്ങൾ കാക്കകളാകുന്നത്, അപ്പോൾ എന്ത് സംഭവിക്കും? നല്ല ആൾക്കാരും വഴിതെറ്റി പോകുന്നുണ്ടല്ലേ? അപ്പൊ എന്ത് സംഭവിക്കും? യഥാ യഥാ ഭരതി ഭാരത അച്യുതാനം അധർമ്മസ്യ തദാത്മാനം ജാമ്യഹം അല്ലെ? എപ്പോൾ എവിടെ ധർമ്മ ആചരണത്തിന് ക്ഷയം നേരിടുന്നുവോ, എപ്പോൾ അധർമ്മം തഴച്ചു വളരുന്നുവോ, അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുന്നു, ഹേ ഭാരത എന്നാണ് ഭഗവാൻ പറഞ്ഞത് അല്ലെ? അപ്പോ യഥാർത്ഥമായ വിദ്യാഭ്യാസം കൊടുത്താൽ, പരിശീലനം കൊടുത്താൽ ഏതൊരു കാക്കയും നമുക്ക് അരയന്നമാക്കി എടുക്കാൻ കഴിയും. വെരി ഗുഡ് പോയിന്റ്. മനുഷ്യരൂപത്തിലുള്ളവരെ മാത്രമേ നമുക്ക് ഇങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ അല്ലെ? അതെന്താ അങ്ങനെ? കാരണം മൃഗങ്ങൾക്ക് ഹരേ കൃഷ്ണ പറയാൻ പറ്റത്തില്ല. മൃഗങ്ങൾക്ക് നമ്മുടെ എന്താണ് അത്രയുമുള്ള ബുദ്ധിയില്ല, ബുദ്ധി കൊടുത്തിട്ടില്ല ഭഗവാൻ. അതുകൊണ്ടാണ്. എന്നാ മൃഗങ്ങളെയും ഭക്തന്മാരാക്കിയിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്കിയിട്ടുണ്ട്. ആര്?
ചൈതന്യ മഹാപ്രഭു അദ്ദേഹം ഭഗവാനാണ്, സ്വയം ഭഗവാനാണ്. അദ്ദേഹത്തിന് പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ നമുക്ക് പറ്റുമോ? ഇല്ല, അല്ലേ? എന്നാൽ ശരിക്കും പറഞ്ഞാൽ ചില അമ്പലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? ഒരു ആട് ഇങ്ങനെ വലം വയ്ക്കുന്നു, ഒരു പട്ടി വലം വയ്ക്കുന്നു, ഒരു പൂച്ച വലം വയ്ക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ പൂർവ്വജന്മങ്ങളില് എന്താണ്, ഏതോ നല്ല ഭക്തന്മാരായി എന്തോ കുരുത്തക്കേട് കാണിച്ച് ഇങ്ങനെ ആയിപ്പോയത്. പട്ടിയായിട്ടും പൂച്ചയായിട്ടൊക്കെ വന്നതാണ്, അല്ലേ? അവർക്ക് പക്ഷെ ഉള്ളില് ആ അവബോധം എവിടെയോ കിടപ്പുണ്ട്, നമ്മൾ ഗജേന്ദ്രന് സംഭവിച്ചതുപോലെ, അല്ലേ? ഏഹ് അങ്ങനെ അത് മനസ്സിലാക്കിയിട്ടായിരിക്കും അവര്, അല്ലെ? പശുക്കൾ വരുന്നുണ്ട്, അതൊക്കെ. ഒരു ആന വരുന്നുണ്ട് ഒരു അമ്പലത്തില്, എല്ലാ ദിവസവും വരുന്നുണ്ട്. ഒരു വലിയൊരു കാട്ടിലൊരു ആന. ഏതമ്പലമാണെന്ന് എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. പക്ഷെ അത് വളരെ പ്രശസ്തമാണ്. നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെ? ഒരു ആന കാട്ടിൽ നിന്ന് ഇറങ്ങി എല്ലാ ദിവസവും അമ്പലത്തിൽ വന്ന് തൊഴുതിട്ട് പോകുന്നുണ്ട്, നമസ്കരിച്ചിട്ട് പോകുന്നു. മനുഷ്യരെ ഒന്നും ഉപദ്രവിക്കില്ല. ഈ ആനയെ കാണാൻ വേണ്ടി ആൾക്കാർ അവിടെ ചെല്ലുന്നുണ്ട്, ഭഗവാനെ കാണാൻ വേണ്ടിയല്ല. അല്ലേ? ഭഗവാനെ കാണാൻ വരുന്ന ആനയെ കാണാനായിട്ട് ആൾക്കാർ ചെല്ലും അവിടെ. നമുക്കതൊക്കെയാണ് താല്പര്യം, മനുഷ്യർക്ക്. അതുകൊണ്ട് മൃഗങ്ങൾക്ക് നമുക്ക് കൃഷ്ണാമൃതം കൊടുക്കാൻ പറ്റില്ല. എന്നാലോ ചൈതന്യ മഹാപ്രഭുവിനെ പോലെയുള്ളവർ അത് കൊടുത്തിട്ടുണ്ട്, അല്ലെ? അത് എപ്പോഴാണ്? ചൈതന്യ മഹാപ്രഭു കാട്ടിലൂടെ നടന്നപ്പോൾ അവിടെ കണ്ട കടുവയെയും പുലിയെയും മറ്റ് മൃഗങ്ങളെയും, അല്ലെ, ഒക്കെ ഭക്തരാക്കി, അല്ലെ? ചൈതന്യ മഹാപ്രഭു ഈശ്വരനായതുകൊണ്ട് അത് സാധിച്ചു. നമുക്കത് പറ്റുമോ? നമുക്കത് സാധിക്കില്ല, അല്ലേ? നമുക്ക് ശ്രമിക്കാവുന്നുള്ളൂ. നമ്മുടെ യഥാർത്ഥ സ്വരൂപം നാം ഭഗവാന്റെ അംശമാണെന്നുള്ളത്, അല്ലെ? വസുദേവർക്കും ദേവകിക്കും ഭഗവാനെ പോലെ ഒരു കുഞ്ഞുണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്തു? ഭക്തന്മാരുടെ താല്പര്യം സംരക്ഷിക്കാൻ ഭഗവാൻ അവതരിക്കുകയും അതേസമയം അധർമ്മികളെ നിഗ്രഹിക്കുകയും ചെയ്തു. അല്ലെ? ഭഗവാൻ അവതരിക്കുകയും അതേസമയം അധർമ്മികളെ നിഗ്രഹിക്കുകയും ചെയ്തു. ഈ ഭഗവാൻ എന്താണ്, വസുദേവരും ദേവകിയും വിളിച്ചപ്പോ ഭഗവാൻ അദ്ദേഹത്തിന്റെ രൂപം അവരുടെ മകനായി ജനിപ്പിച്ചു, അല്ലെ? അവരുടെ കുഞ്ഞുങ്ങളായി ജനിച്ചു. പക്ഷേ ഹി വാസ് ഹാവിങ് സം അതർ ബിസിനസ് ഓൾസോ, അല്ലെ? അദ്ദേഹത്തിന്റെ മറ്റൊരു ബിസിനസ്സും കൂടെ ചെയ്തു വന്നപ്പോ കുറെ എണ്ണത്തിനെ കാലിയാക്കിയിട്ടാണ് പോയത്. അതും കൂടെ അദ്ദേഹത്തിന്റെ അജണ്ടയിലുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, അല്ലെ? ഭക്തന്മാരെ രക്ഷിക്കാനും അസുരന്മാരെ നിഗ്രഹിക്കാൻ. ഉദാഹരണം പ്രഹ്ലാദ് മഹാരാജ്, അല്ലെ? അദ്ദേഹത്തിന്റെ അച്ഛൻ ഹിരണ്യകശിപു. പ്രഹ്ലാദ് മഹാരാജ് ഒരു ഭക്തനാണ്, ഭഗവത് ഭക്തനാണ്, വിഷ്ണു ഭക്തനാണ്. ഹിരണ്യകശിപു ആണെങ്കിലോ വിഷ്ണു ഭക്തന്റെ നേരെ എതിരാ, അല്ലേ? അല്ലേ? ഹിരണ്യകശിപുവിന്റെ ദേഷ്യം എന്താണ്? ഈ പ്രഹ്ലാദ് മഹാരാജാവ് ഭക്തന്റെ അല്ല വിഷ്ണുവിന്റെ ഭക്തനായതാണ് ഹിരണ്യകശിപുവിന്റെ ദേഷ്യം, അല്ലേ? അത് കാരണമായിരുന്നു സ്വന്തം പിതാവായിട്ട് പോലും ഹിരണ്യകശിപു പ്രഹ്ലാദിനെ കൊല്ലാൻ വരെ ശ്രമിച്ചു, അല്ലെ? എങ്ങനെയൊക്കെ കൊല്ലാൻ ശ്രമിച്ചു? ആനയെ ചവിട്ടി കൊല്ലാൻ ശ്രമിച്ചു, അല്ലെ? ആനയെ കൊണ്ട് ചവിട്ടി കൊല്ലാൻ ശ്രമിച്ചു, അല്ലെ? മലയുടെ മണ്ടയെ നിർത്തിയിട്ടു, കടലിലോട്ട് എടുത്തെറിഞ്ഞു, തീക്കകത്തിട്ടു, എന്തെല്ലാം ചെയ്തു. എന്നിട്ട് ആര് രക്ഷിച്ചു പ്രഹ്ലാദിനെ? ഭഗവാൻ രക്ഷിച്ചു. കാര്യം എന്താണ്? പ്രഹ്ലാദ് വളരെ ഒരു ഉത്തമ ഭക്തനായതുകൊണ്ട് നമ്മൾ അതാണ് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം നമ്മൾ നാമമന്ത്രം ചെയ്ത് ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഒരു കണ്ണ് നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് മാറ്റിവെക്കും. നമ്മൾ എവിടെ പോയാലും അതിന്റെ ആ ആ കണ്ണിങ്ങനെ CCTV പോലെ നമ്മൾ പുറകെ വരും, അല്ലേ? ഇതിൽ പരം വേറെ ഭാഗ്യം എന്താണ് വേണ്ടത്, അല്ലേ? ഭഗവാന്റെ ഒരു കണ്ണ് നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. എന്റെ കുഞ്ഞ് എവിടെയെങ്കിലും വീഴുന്നുണ്ടോ, അവനെന്തെങ്കിലും അപകടം പറ്റുന്നുണ്ടോ, ആരെങ്കിലും അവനെ ഉപദ്രവിക്കുന്നുണ്ടോ എന്നൊക്കെ ഭഗവാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതിൽ പരം ഭാഗ്യം എന്താണ് നമുക്ക് വേണ്ടത്, അല്ലെ? ഭഗവാൻ ഇങ്ങനെ എപ്പോഴും നമ്മളെ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക, അല്ലെ? ഈ അസുരന്മാരെയൊക്കെ കൊല്ലാൻ ഭഗവാൻ സ്വയം വരേണ്ട ഒരാവശ്യവുമില്ല. ഭഗവാന്റെ അധീനതയിലുള്ള പ്രകൃതിയോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഭഗവാൻ ഒന്നും ചെയ്യണം, അല്ലെ? പ്രകൃതി എന്തെങ്കിലും ചെയ്യുന്നു, ഒരു വാക്ക് പറഞ്ഞാൽ ഒരു ഫ്ലഡോ ഒരു ഭൂമികുലുക്കോ കഴിഞ്ഞു. ഈ അസുരന്മാരെല്ലാം അല്ല എന്താണ് പഞ്ഞു പോലെ പോകും. അത്രയ്ക്കുള്ള ആവശ്യമുള്ളൂ. പക്ഷെ എന്തുകൊണ്ട് ഭഗവാൻ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭക്തന്റെ കാര്യമായതുകൊണ്ടാണ് അദ്ദേഹം പേഴ്സണലായിട്ട് വരുന്നത്. കാര്യം എന്താണ്? ഭക്തന്റെ കാര്യം എന്റെ സ്വന്തം കുഞ്ഞുങ്ങളുടെ കാര്യമാണ്. അതും വേറെ ആരെ ഏൽപ്പിച്ചിട്ട് നടക്കില്ല, അല്ലേ? അതെനിക്ക് തൃപ്തിയുള്ളതല്ല. അതുകൊണ്ടാണ് ഞാൻ സ്വയം വന്ന് അതെല്ലാം ഭംഗിയാക്കിയിട്ട് പോകുന്നത്, അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഈ അസുരന്മാരെയൊക്കെ കൊല്ലാൻ ഭഗവാൻ സ്വയം വരേണ്ട ഒരാവശ്യവുമില്ല. ഭഗവാന്റെ അധീനതയിലുള്ള പ്രകൃതിയോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഒരു ചെറിയ കാറ്റടിച്ചാൽ മതി, ഇതെല്ലാം പറഞ്ഞു പോകും, അല്ലേ? ഒരു കാറ്റടിച്ചാൽ എന്താണ്?
ഇതിനെയൊക്കെ നിസ്സാരമായി നശിപ്പിക്കാം. അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം, അല്ലെ, നിസ്സാരമായി നശിപ്പിക്കാം. അല്ലെങ്കിൽ ഒരു ഭൂകമ്പം നിസ്സാരമായി നശിപ്പിക്കാം. അല്ലെങ്കിൽ ഒരു തീപിടുത്തം നിസ്സാരമായി നശിപ്പിക്കാം. പക്ഷേ ഭഗവാൻ സ്വയം വരുന്നത്, അല്ലെ, എന്താണ്, ഭക്തന്മാർ വിളിക്കുന്നത് കൊണ്ടാണ്. ഭക്തന്മാർ വിളിച്ചത് കൊണ്ടാണ് സ്വയം ഭഗവാൻ വരുന്നത്, അല്ലെ. ചൈതന്യ മഹാപ്രഭു വന്നത് എന്തുകൊണ്ടാണ്? ഒരു ഭക്തൻ വിളിച്ചത് കൊണ്ടാണ്. ഭഗവാനെ ഇവിടെ പറ്റുന്നില്ല, നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും നികൃഷ്ടമാണ് ഇവിടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോ, അല്ലെ, അദ്ദേഹം വിളിച്ചു, അദ്വൈതാചാര്യ വിളിച്ചത് കൊണ്ടാണ് ആര് വന്നത്? ചൈതന്യ മഹാപ്രഭു വന്നത്. ഒരു കാരണം, അല്ലെ. പല കാരണങ്ങളുണ്ട്, അതിലൊരു കാരണം അതാണ് ഭഗവാൻ സ്വയം വരുന്നത്. അതുകൊണ്ടാണ് വസുദേവരും ദേവകിയും പ്രഹ്ലാദുമൊക്കെ വിളിച്ചത് കൊണ്ടാണ് ഭഗവാൻ വരുന്നത്. പരിത്രാണായ സാധൂനാം, നമ്മളതൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെയോ, അപ്പോ ഭഗവാൻ വരുമ്പോഴൊക്കെ ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണ്? ആരെങ്കിലും എൻ്റെ ഭക്തന്മാരെ തൊട്ടാൽ, വേദനിപ്പിച്ചാൽ, ഉപദ്രവിച്ചാൽ ഞാൻ അവരെ വെറുതെ വിടില്ല, അല്ലെ. ബാക്കിയെല്ലാം സഹിക്കും. ഒരു 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 ഭക്തനെ നമ്മളൊന്ന് ഉപദ്രവിച്ച് നോക്കും, അപ്പൊ അറിയാം ഭഗവാന്റെ വിരാട രൂപം കളിക്കുന്നത് എങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് ഭക്തന്മാരുടെ ഇടയിലും, അല്ലെ. നമ്മള് ഒരു ഭക്തനെ പോലും നമ്മൾ എന്ത് ചെയ്തുകൂടാ? ഒരു കാര്യത്തിലും വിഷമിപ്പിച്ചുകൂടാ, അവരെ നിന്ദിക്കാൻ പാടില്ല. ഭക്തന്മാരാണെങ്കിൽ പോലും വേറൊരു ഭക്തനെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാ പറയാം. ഒരു ഭക്തന് പോലും മറ്റൊരു ഭക്തനെ വേദനിപ്പിക്കുകയോ നിന്ദിക്കുകയോ എന്താണ് അപരാധം ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. അതിന്റെ പാപഫലം നമ്മൾ അനുഭവിക്കുക തന്നെ വേണം. അപ്പൊ നമ്മൾ വളരെയധികം സൂക്ഷിച്ചിരിക്കണം, അല്ലെ. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഭക്തനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മൾ ഒരു വാക്കുപോലും പറയാൻ പാടില്ല. അദ്ദേഹത്തിന്റെ ഹൃദയം വേദനിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാനെ എഫക്ട് ചെയ്യും. ഭഗവാനെ വേദനിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ എഫക്ട് ചെയ്യും. പറയുന്നവന്, അല്ലെ, അത് കാട്ടിക്കൂട്ടുന്നവന് അനുഭവിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മറ്റൊരു ഭക്തനെ നമ്മൾ നിന്ദിക്കാൻ പാടില്ല. അപ്പൊ ഭഗവാൻ വരുമ്പോഴൊക്കെ ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണ്? ആരെങ്കിലും എൻ്റെ ഭക്തന്മാരെ തൊട്ടാൽ, വേദനിപ്പിച്ചാൽ, ഉപദ്രവിച്ചാൽ, അല്ലെ, ഞാൻ അവരെ വെറുതെ വിടില്ല. ഭഗവാൻ എപ്പോഴും തന്റെ ഭക്തന്മാരുടെ കൂടെയാണ്. ഭക്തന്മാരുടെ ഏത് ആവശ്യങ്ങൾക്കും ഏത് സാഹചര്യത്തിലും ഭഗവാൻ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് കുന്തിദേവി പറയുന്നത് പോലെ നാം ഭക്തനാവാനാണ് ശ്രമിക്കേണ്ടത്, അല്ലെ. കുന്തിദേവി ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. അതിലൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആ രീതിയിൽ നമ്മൾ ഭക്തനായി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എല്ലാ സംരക്ഷണവും ഭഗവാൻ തരും, അല്ലെ. കുന്തിദേവി എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാവരും ഭഗവാൻ എപ്പോഴും ഭക്തന്മാരുടെ കൂടെയാണ്, അസുരന്മാരുടെ കൂടെയല്ല, അഭക്തന്മാരുടെ കൂടെയല്ല. ഭക്തന്മാരുടെ ഏത് ആവശ്യങ്ങൾക്കും ഏത് സാഹചര്യത്തിലും ഭഗവാൻ കൂടെ ഉണ്ടാകും. നമ്മുടെ കുഴപ്പമെന്ന് പറഞ്ഞാല് ഇന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. അവിടെയാണ് നമ്മുടെ വിഷമങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രയാസങ്ങൾ വരും. കലിയുഗമാണ്, കുറച്ച് താമസം വരും, അല്ലേ. പക്ഷേ എല്ലാ കാര്യവും മംഗളമായി തന്നെ നടക്കും. നമ്മൾ അതിൽ അല്പം എന്താണ് വിശ്വസിച്ച് ഭഗവാനെ ദൃഢമായി പിടിച്ചിരുന്നാൽ മാത്രമേ വിടരുത്. ഭഗവാൻ ഒരുപാട് പരിശോധിക്കും, അല്ലെ, പരീക്ഷിക്കും. കാര്യം എന്തിനാണ്? യവൻ ഇനി എത്രമാത്രം ഉണ്ടെന്നൊന്ന് അറിയണമല്ലോ, യവൻ ഏത് അറ്റം വരെ പോകുന്ന അറിയണമല്ലോ എന്നുള്ള ഒരു പരീക്ഷണം നമുക്ക് എപ്പോഴും ഉണ്ടാവും. അതിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ വി ആർ എ ഗ്രേറ്റ് സക്സസ് ഇൻ ലൈഫ്, അല്ലെ. തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ഫ്രണ്ടില് ഭഗവാൻ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ഭഗവാൻ എപ്പോഴും തന്റെ ഭക്തന്മാരുടെ കൂടെയാണ്. ഭക്തന്മാരുടെ ഏത് ആവശ്യങ്ങൾക്കും ഏത് സാഹചര്യത്തിലും ഭഗവാൻ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് കുന്തിദേവി പറയുന്നത് പോലെ നാം ഭക്തൻ ആകാനാണ് ശ്രമിക്കേണ്ടത്. ഹരേ കൃഷ്ണ. ഞാനിവിടെ നിർത്തുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ വൈകിട്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ നന്ദി പ്രഭുജി, വളരെ സന്തോഷം. വളരെ നല്ല ക്ലാസ് എടുത്തതിന് നന്ദി സാർ. നന്ദി പ്രഭുജി, നന്ദി. ഹരേ കൃഷ്ണ പ്രഭുജി. प्रणाम प्रभु जी। हरे कृष्णा। प्रणाम। हरे कृष्ण महाराज जी। हरे कृष्ण, हरे कृष्ण। दंडवत प्रणाम। हरे कृष्ण प्रभु जी। हरे कृष्ण। हरे कृष्ण महाराज जी। हरे कृष्ण। कृष्ण। थैंक यू प्रभु। प्रणाम प्रभु। हरे कृष्ण महाराज जी। प्रणाम। प्रणाम प्रभु जी। हरे कृष्ण प्रभु जी। हरे कृष्ण। हरे कृष्ण महाराज जी। हरे कृष्ण प्रभु जी। प्रणाम। हरे कृष्ण प्रभु जी। हरे कृष्ण। हरे कृष्ण। थैंक यू महाराज। हरे कृष्ण।
ഹരേ കൃഷ്ണ പ്രഭുജി, നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഐശ്വര്യ മാതാജി. സഞ്ജന മാതാജി, താങ്ക് യു. ശരി ശരി പ്രഭു, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ശരി പ്രഭു, ധന്യവാദം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യശ്ച പരിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. അനന്തകോടി വൈഷ്ണവവൃന്ദ की जय, श्रील प्रभुपाद की जय, गुरुदेव की जय. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. हरे कृष्णा. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി.